ഇന്ന് രാവിലെ ഒട്ടും ക്ഷണിക്കപ്പെടാതെ അപ്രതീക്ഷിതമായാണ് ഒരു അതിഥി എന്റെ വീട്ടിലേക്ക് വന്നത്. മൂപ്പർക്ക് എന്നെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത കുശലാന്വേഷണം ചോദിക്കലായിരുന്നു. ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? ഒന്ന് നാട് കിടക്കണ്ടേ? ജർമ്മനിക്കൊക്കെ ഒന്ന് നോക്കിക്കൂടെ? ജർമ്മനി, ആ വാക്ക് അല്ലെങ്കിൽ ആ രാജ്യം എന്നിൽ സൃഷ്ടിച്ച ആഘാതം ഒട്ടും ചെറുതായിരുന്നില്ല. കാരണം അത് ഹിറ്റ്ലറുടെ നാടായിരുന്നു. അതെ, അഡോൾഫ് ഹിറ്റ്ലർ. ഒന്നാം ലോക മഹായുദ്ധത്തിന് മുൻപ് ഒരു ചിത്രകാരനാകണമെന്ന ആഗ്രഹത്താൽ വിയറ്റ്നയിലേക്ക് പുറപ്പെട്ട നിഷ്കളങ്കത വിട്ടുമാറാത്ത ഒരു നാണം കുണുങ്ങി പയ്യൻ. പിന്നീട് അവൻ മനുഷ്യ രക്തത്താൽ വംശീയവറിയുടെ ചിത്രങ്ങൾ ലോക ഭൂപടത്തിന് മേൽ വരച്ചിടുന്നതാണ് ചരിത്രം കണ്ടത്. ഇറ്റ്സ് മീ അമൽ. വെൽക്കം ബാക്ക് ടു അമാൽഗമേഷൻ. അന്നത്തെ ആ പയ്യൻ ജർമ്മനിയുടെ എന്ന് വേണ്ട ലോകത്തിന്റെ തന്നെ തലവര മാറ്റിമറിക്കും വിധത്തിൽ അഡോൾഫ് ഹിറ്റ്ലറായി മാറിയത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് കൂടിയായിരുന്നു. അയാൾ ജൂതരോടും ലോകത്തോടും ഒന്നാകെ ചെയ്ത കെടുതികളാണ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഓർമ്മകളിലേക്ക് തികട്ടി വരിക. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നിന്ന് ഗ്യാസ് ചേമ്പറുകളിലേക്ക് വലിച്ചിഴക്കപ്പെട്ട നിരാലംബരായ ജനങ്ങളുടെ ആർത്തനാദങ്ങളാണ് കാതിലേക്ക് തികട്ടി വരിക. ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത് പരിക്കേറ്റ ഹിറ്റ്ലർക്ക് യുദ്ധത്തിൽ ജർമ്മനി നേരിട്ട പരാജയം ഒട്ടും തന്നെ സഹിക്കാൻ പോകുന്നതായിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് അയാളുടെ ജീവിതം മുഴുവൻ ആ പരാജയബോധവും പ്രതികാരവാഞ്ചിയും നിറഞ്ഞതായിരുന്നു. ഇതിനിടയിൽ അനുഭവിക്കേണ്ടി വന്നതായിട്ടുള്ള ജയിൽവാസ കാലത്താണ് ഹിറ്റ്ലറുടെ ആത്മകഥയായ മെയ്ൻ കാഫ് പ്രസിദ്ധീകരിക്കുന്നത്. ഹിറ്റ്ലറെ കുറിച്ച് പറയുമ്പോൾ അയാളുടെ ജീവിതത്തിലുണ്ടായിരുന്ന ചില സവിശേഷതകൾ കൂടി എടുത്തു കാട്ടുന്നുണ്ട്. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ അമർത്തുക. ഇത്ര വലിയ ഏകാധിപതി ആയിരിക്കുമ്പോഴും സ്വന്തമായി കാർ ഓടിക്കാൻ ഹിറ്റ്ലർക്ക് അറിയില്ലായിരുന്നു. അദ്ദേഹം സ്വന്തമായി കാർ ഓടിച്ചിട്ടുള്ളതായി എവിടെയും രേഖപ്പെടുത്തിയിട്ടുമില്ല. എപ്പോഴും ഇപ്പോൾ ലഭിക്കുന്നതായിട്ടുള്ള എല്ലാ ഫോട്ടോഗ്രാഫ്സിലും നോക്കിയാലും നമുക്ക് മനസ്സിലാവുന്നത് ഡ്രൈവർ സീറ്റിനോട് ചേർന്നുള്ള സീറ്റിൽ ഹിറ്റ്ലർ ഇരുന്നുകൊണ്ട് ജനക്കൂട്ടങ്ങളെ അഭിമുഖീകരിക്കുന്ന ചിത്രങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. അതുല്യമായ പ്രസംഗ പാഠവും ഒന്നുകൊണ്ട് കെട്ടിപ്പടുത്തതായിരുന്നു ഹിറ്റ്ലറുടെ സാമ്രാജ്യം. ഹിറ്റ്ലർ പ്രസംഗിക്കുമ്പോൾ വി ഷുഡ് ട്രസ്റ്റ് അമേരിക്ക എന്നൊക്കെ ഉച്ചത്തിൽ വിളിച്ചു പറയുമ്പോൾ ആ ഒരു ശ്വാസം മുട്ടൽ, ആ ഒരു പ്രസംഗത്തിന്റെ സമ്മർദ്ദം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്ന കാണികളെല്ലാം ഒരേപോലെ അനുഭവിക്കുന്നു എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രസംഗപാഠവും ഒന്നുകൊണ്ട് മാത്രമാണ് ജർമ്മനിയിലെ ജനതയെ മുഴുവനും മാനിപ്പുലേറ്റ് ചെയ്ത ഹിറ്റ്ലർ യഹൂദർക്കും ക്രിസ്ത്യാനികൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും ഒക്കെ എതിരായി നിർത്തിയത്. ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ, രക്തരൂക്ഷിതമായ യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകിയ അഡോൾഫ് ഹിറ്റ്ലർക്ക് പൂച്ചകളെ പേടിയായിരുന്നു. അതുമാത്രമല്ല, പാട്ടുകേട്ട് കരയുന്ന ഒരു സ്വഭാവവും ഹിറ്റ്ലർക്കുണ്ടായിരുന്നു. ശുദ്ധ വെജിറ്റേറിയനായ അഡോൾഫ് ഹിറ്റ്ലറാണ് അതുവരെ ആരും ചിന്തിച്ചിട്ടില്ലാത്തത്ര ക്രൂരമായ വഴികളിലൂടെ യഹൂദരെ വകവരുത്താൻ മുന്നിട്ട് നിന്നതും. പ്രണയത്തിലും ഹിറ്റ്ലറുടെ രീതികൾ ഒട്ടൊക്കെ വേറിട്ടത് തന്നെയായിരുന്നു. തന്റെ പ്രിയതമയോട് കിടക്കയിൽ വെച്ച് തന്നെ ആഞ്ഞി ചവിട്ടുവാൻ ഹിറ്റ്ലർ പറയുമായിരുന്നത്രേ. ഹിറ്റ്ലർ തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം ശത്രുപക്ഷത്ത് നിർത്തിയിരുന്നത് കമ്മ്യൂണിസ്റ്റുകളെയായിരുന്നു. എന്നാൽ ഒരു വിരോധാഭാസമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ജർമ്മനി പോളണ്ടിനെ ആക്രമിക്കുന്നതിന് മുൻപ് അന്നത്തെ USSRന്റെ സർവാധിപതിയായിരുന്ന ജോസഫ് സ്റ്റാലിനുമായി ഹിറ്റ്ലർ ഒരു രഹസ്യ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരുന്നു. ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചാൽ ഒരിക്കലും USSR അതിനെ എതിർക്കുവാനായി വരരുത് എന്നുള്ളൊരു ഗൂഢലക്ഷ്യത്തിന്റെ പുറമെയാണ് ഒരു നായാടിയുടെ ജാഗ്രതയോടെ അഡോൾഫ് ഹിറ്റ്ലർ ആ ഉടമ്പടിക്ക് മുന്നിട്ടിറങ്ങുന്നത്. ഇതേ പ്രകാരം ജർമ്മനിയും USSRും ചേർന്ന് പോളണ്ടിനെ വെട്ടിമുറിച്ച് രണ്ടായി എടുക്കുകയാണ് ഉണ്ടായത്. എന്നാൽ താൻ ചെയ്ത ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു ജർമ്മനിയുമായി ഉടമ്പടി ഉണ്ടാക്കിയത് എന്നത് ഫാസിസ്റ്റ് സേന സ്റ്റാലിൻ ഗ്രാഡോളം എത്തിയപ്പോൾ മാത്രമാണ് സ്റ്റാലിന് തിരിച്ചറിയാനായത്. അന്ന് സംഭവിച്ചത് രണ്ട് തികഞ്ഞ സ്വേച്ഛാധിപതികൾ തമ്മിലുള്ള സമരസപ്പെടലായിരുന്നു എന്ന് നിസ്സംശയം പറയാം. ആധുനിക കാലത്ത് ചിലർ, നവനാസികൾ എന്നും അവർ വിളിക്കാം, അഡോൾഫ് ഹിറ്റ്ലർ എന്ന ഐക്കണെ ഒരു നായക പരിവേഷത്തിൽ പുനരവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നത് കാണാതെ പോകുവാൻ സാധിക്കുന്നതല്ല. അത്തരം ആളുകൾ പറഞ്ഞു വെക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അവസാന കാലത്ത്, അവസാന നിമിഷങ്ങളിൽ നാല് വശത്തു നിന്നും ഫ്യൂററെയും സംഘത്തെയും ശത്രുക്കൾ വളഞ്ഞ ആ ഒരു സമയത്ത് ഒരു സൈനികൻ വന്ന് അഡോൾഫ് ഹിറ്റ്ലറോട് പറയുന്നു, നമ്മൾ ശത്രുക്കളാൽ വലഞ്ഞിരിക്കുന്നു എന്ന്, നാല് വശത്തു നിന്നും നമ്മൾ വളയം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന്. എന്നാൽ അതിന് ഹിറ്റ്ലർ കൊടുക്കുന്ന മറുപടി എന്നത്, അപ്പോൾ നമുക്ക് നാല് വശത്തു നിന്നും ശത്രുക്കളെ ആക്രമിക്കാമല്ലോ എന്നായിരുന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയുള്ള അത്തരം മറുപടികൾ ഹിറ്റ്ലറുടെ ഒരു പതിവ് പല്ലവി തന്നെയായിരുന്നു. മരണം തൊട്ടു മുൻപിൽ വന്നു നിൽക്കുമ്പോഴും ഹിറ്റ്ലർ പുലർത്തിയ അമിത ആത്മവിശ്വാസം ഒന്നു തന്നെയായിരുന്നു ആ യുദ്ധത്തിൽ, അല്ലെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ഉണ്ടായിട്ടുള്ള അവസാനത്തെ യുദ്ധത്തിൽ ഹിറ്റ്ലറെ പരാജയത്തിലേക്ക് നയിച്ചതും എന്ന് പറയേണ്ടതുണ്ട്.
ഇതിനു പുറമെ തന്നെ USSRലേക്കുള്ള ഹിറ്റ്ലറുടെ കടന്നുകയറ്റം, സ്റ്റാലിൻഗ്രാഡിലേക്കുള്ള കടന്നുകയറ്റം ഹിറ്റ്ലറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ജർമ്മൻ പടയെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഷ്കരമായിട്ടുള്ള കാര്യമായിരുന്നു. അതിന് പ്രധാനപ്പെട്ട വെല്ലുവിളിയായി നിന്നത് കാലാവസ്ഥ തന്നെയായിരുന്നു. ഈ കാലാവസ്ഥയെ ചെറുക്കുവാൻ ഒരിക്കലും ജർമ്മൻ സേനയ്ക്ക് സാധിച്ചിരുന്നില്ല. സ്റ്റാലിൻഗ്രാഡിനുള്ളിൽ ജർമ്മൻ സേനയെ കൊണ്ടുവന്ന് ഞെരുക്കിക്കളയുക എന്നൊരു തന്ത്രമായിരുന്നു റെഡ് ആർമി പ്രയോഗിച്ചത്. എത്രയൊക്കെ പ്രശംസാ വചനങ്ങൾ മൊഴിഞ്ഞാലും, എത്രയൊക്കെ നായക പരിവേഷം ചാർത്തിക്കൊടുക്കാൻ സാധിച്ചാലും, ലഭിക്കേണ്ടിയിരുന്നതായ തക്കതായ ശിക്ഷകളിൽ നിന്നെല്ലാം ആ ജീവിതം, അഡോൾഫ് ഹിറ്റ്ലർ എന്ന ആ ഐതിഹാസിക ജീവിതം ഒരു ബുള്ളറ്റിൽ സ്വയം തീരുകയായിരുന്നു. നന്ദി. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.